അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല കുക്കറിനകത്ത് വെച്ച് അടിപൊളി ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ടാണ്. നമ്മുടെ മാങ്ങാച്ചാറാണ്. ഇതേ കണക്ക് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഇത് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയാലോ എന്തൊക്കെയാന്ന്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് സമയം കളയണ്ട, നേരെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പൊ നമ്മൾ മാങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതേ രീതി തന്നെ എടുത്തെങ്കിൽ നമുക്ക് അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഇച്ചിരി കളറുള്ള നോക്കിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇച്ചിരി മധുരം കൂടി നമുക്കത് കിട്ടണം. അപ്പൊ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. മാങ്ങ നമുക്ക് കുക്കറിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് നമ്മുടെ പുളി അനുസരിച്ചൊക്കെ നോക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു ഫീസിൽ മാത്രം അടുപ്പിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ കടുവും ഉലുവയൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ജാറിലോട്ട് മാറ്റണം. ഇത് നല്ലോണം പൊടിച്ചെടുക്കണം. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അപ്പൊ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനകത്ത് കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും കൂടെ, കുറച്ച് കരിവേപ്പില, ഒരു 3 വറ്റൽമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുറിച്ചാണ് ഇട്ടേക്കുന്നത്. നല്ല മൂത്തൊരു സമയത്ത് കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രം ചേർക്കും. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്രയുള്ള കൂട്ടുകാരെ നല്ല കിടക്കാച്ചി ആയിട്ടുള്ള നമ്മളൊരു അച്ചാറാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് കാശ്മീർ ചില്ലി ആയിരുന്നെങ്കിൽ ഇപ്പൊ നല്ല കിടക്കാച്ചി, നല്ലൊരു റെഡ് കളർ ഇപ്പോൾ ഇവിടെ കണ്ടേനെ. സൂപ്പറാണ് കേട്ടോ, കിടക്കാച്ചിയാണ്. നിങ്ങൾ ഇതേ കണക്ക്